നവീനോടും സുമിത്രയോടും എന്തൊക്കെ കള്ളങ്ങൾ പറയേണ്ടി വന്നു എന്നറിയോ? അവരുടെ കണക്കില് ഗാതമോളല്ലേ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നേ. അവളെ വിട്ട് ഞാൻ ഒരിക്കലും മാറി നിൽക്കില്ല എന്നല്ലേ അവര് വിശ്വസിക്കൂ. ഒരു കാരണവശാലും വരരുതായിരുന്നു. നീ നിർബന്ധിച്ചതുകൊണ്ടാ. മമ്മിക്ക് ഇവിടുന്ന് പോരാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അല്ലേ? അത് അവളെ പിരിയാനുള്ള വിഷമം കൊണ്ടല്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് കാതെ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം എല്ലാത്തിന്റെ അറ്റത്ത് കൃഷ്ണയോട് എനിക്ക് എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടോ എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതിയല്ലോ. ചിലരങ്ങനെയാ, രക്ഷപ്പെടാനുള്ള മാർഗം ആദ്യം ഉണ്ടാക്കി വെക്കും, എന്നിട്ട് എവിടെ എടുത്ത് അതങ്ങ് പ്രയോഗിക്കും. അതെന്തിനാ മമ്മി പോലീസ് ഹോസ്പിറ്റലിൽ വന്നത്? ആരെ കേസ് കൊടുത്തേ? ആ, അത് മോൾക്ക് അറിഞ്ഞൂടെ? ഒരു ആക്സിഡന്റ് കേസ് ഹോസ്പിറ്റലിൽ എത്തിയാ പോലീസിൽ അറിയിക്കണമെന്നാ. അത് ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ? ഏത് ഹോസ്പിറ്റലായാലും അറിയിക്കണം. പിന്നെ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ അത് അറിയിക്കാറില്ല, അത്രയേ ഉള്ളൂ. എന്തായാലും ശക്തമായ ഒരു അന്വേഷണം വേണമെന്നാ എൻ്റെ ഒരു അഭിപ്രായം. ആരായി ക്രൂരത ചെയ്തതെന്ന് അറിയണമല്ലോ. കൃഷ്ണയെ മനഃപൂർവ്വം വണ്ടിയിടിച്ചാണെന്നുള്ള കാര്യത്തില് അവിടെയുള്ള ആർക്കും ഒരു സംശയം ഇല്ലാന്നാ പറയണേ. അപ്പൊ പിന്നെ ഇടിച്ച വണ്ടിയും അത് ഓടിച്ച ആളെയും പോലീസ് കണ്ടുപിടിക്കും. വെറുതെ വിടാൻ പാടില്ല, എത്ര വലിയവനായാലും. ശിക്ഷിക്കണം, പറ്റുമെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ശിക്ഷിക്കണം. മോളെ ഗാഥേ, എന്ത് പറ്റി? വല്ലാണ്ട് വിയർക്കുന്നുണ്ടല്ലോ. എന്താ മോളെ? വെള്ളം എടുക്ക് മോളെ. സാരമില്ല, കുറച്ച് വെള്ളം കുടിച്ചാൽ മാറും, ഓക്കെ ആവും. സിനി, ഇതാ മോളെ. മാറിയോ? മതി. സിനി, ഞാൻ മുറിയിലേക്ക് പോട്ടെ, എനിക്ക് തീരെ വയ്യ. മാം, നവീനും നവീന്റെ അമ്മയൊക്കെ ഹോസ്പിറ്റലിലുണ്ട്. മാം മാത്രം ഇല്ലാത്തത്. നവീന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ വരുമ്പോ. ശരിയാ, ഞാൻ ഒരു കാരണവശാലും പോരാൻ പാടില്ലായിരുന്നു അല്ലേ സിനി? അതെ മാം, അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. ഓക്കെ, നാളെ രാവിലെ എന്തായാലും പോവും. ആർക്കും ഒരു സംശയത്തിനും ഇടയുണ്ടാവരുത്. കൃഷ്ണയെ വണ്ടിയിടിച്ച സ്ഥലത്ത് പോയവരൊക്കെ പറയുന്നതേ അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ആക്സിഡന്റ് ഉണ്ടാവണമെങ്കിൽ അത് കരുതിക്കൂട്ടി ചെയ്തതായിരിക്കണോന്ന്. നമ്മൾ എന്ത് പറയാനാ മോളെ? പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അവര് കണ്ടുപിടിക്കട്ടെ. കാരണക്കാരാരാണെന്നറിഞ്ഞാ പണിയൊക്കെ ഉണ്ട്. അതിപ്പോ പാതിരാത്രിക്കാണെങ്കിലും നല്ല തച്ച് പണി കൊടുക്കാൻ അറിയാവുന്നവരൊക്കെ ഉണ്ട്.